നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അഡ്ജക്റ്റീവ്സ് എന്ന ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു വിഭാഗത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അഡ്ജക്റ്റീവ്സ് എന്നാൽ നാമവിശേഷണങ്ങൾ. ഏതെങ്കിലും ഒരു വാക്കിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഹീ ഈസ് എ ഗുഡ് ബോയ് എന്ന സെൻറ്റൻസിൽ ഗുഡ് എന്നതൊരു അഡ്ജക്റ്റീവാണ്. ഇവിടെ ബോയ് എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഗുഡ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ ഈസ് എ ക്ലവർ ഗേൾ. ഷീ ഈസ് എ ക്ലവർ ഗേൾ എന്ന സെൻറ്റൻസിൽ ഗേൾ എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ക്ലവർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ക്ലവർ എന്നതാണ് ഇവിടെ അഡ്ജക്റ്റീവ്. ഏതെങ്കിലും ഒരു വാക്കിനോടൊപ്പം ചേർന്ന് വരികയും ആ വാക്കിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യതിയാനം വരുത്തുകയും ചെയ്യുവാൻ പറ്റുന്ന മറ്റൊരു വാക്കിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്താണ് ഈ അഡ്ജക്റ്റീവ് എന്ന് കുറച്ചുകൂടി വിശദമായി പരിശോധിക്കാം. അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് യൂസ്ഡ് വിത്ത് എ നൗൺ ടു ആഡ് സംതിങ് ഫോർ ഹിസ് മീനിങ്. അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് യൂസ്ഡ് വിത്ത് എ നൗൺ ടു ആഡ് സംതിങ് ഫോർ ഇറ്റ്സ് മീനിങ്. അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് യൂസ്ഡ് വിത്ത് എ നൗൺ. ഒരു നാമത്തിനോടൊപ്പം, ഒരു പേരിനോടൊപ്പം, ഒരു വാക്കിനോടൊപ്പം ചേർന്ന് വരുന്ന മറ്റൊരു വാക്കാണിത്. അതിനോടൊപ്പം ഈ വാക്ക് ചേർന്ന് വരുമ്പോൾ അതിൻ്റെ അർത്ഥത്തിന് ചില വ്യത്യാസങ്ങൾ വരുന്നു. ആഡ് സംതിങ് ഫോർ ഇറ്റ്സ് മീനിങ്, അതിൻ്റെ അർത്ഥത്തിന് അല്പം കൂടി ചില വ്യത്യാസങ്ങൾ വരുന്നു എന്നാണ് ഇവിടെ വിശദമാക്കുന്നത്. അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് യൂസ്ഡ് വിത്ത് എ നൗൺ ടു ആഡ് സംതിങ് ഫോർ ഇറ്റ്സ് മീനിങ്. അപ്പോൾ പുതിയൊരു വാക്ക് മറ്റൊരു വാക്കിനോടൊപ്പം ചേർക്കുമ്പോൾ അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരുന്നു. അത്തരം വാക്കുകളെ അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കാം. ചില ഉദാഹരണങ്ങൾ നോക്കാം. രാജു ഈസ് എ ഗുഡ് ബോയ്. ഇവിടെ രാജു ഒരു നല്ല കുട്ടിയാണ്. ഗുഡ് ബോയ് എന്നതിലെ ബോയ് എന്ന വാക്കിനെ വിശേഷിപ്പിക്കുവാൻ വേണ്ടിയാണ് ഗുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ഗുഡ് എന്നത് ആണ് ഇവിടെ അഡ്ജക്റ്റീവ്. ഐ ഹാവ് 6 ഓറഞ്ചസ്. എൻ്റെ കൈവശം 6 ഓറഞ്ച് ഉണ്ട്. 6 ഓറഞ്ചസ് എന്നതിൽ ഓറഞ്ചസ് എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്നതിനാണ് 6 എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ 6 എന്നതാണ് ഇവിടെ അഡ്ജക്റ്റീവ്. ഐ ഹാവ് 6 ഓറഞ്ചസ്. ഓറഞ്ചസ് എന്ന വാക്കിനെ വിശേഷിപ്പിക്കുവാൻ വേണ്ടി 6 ഉപയോഗിച്ചിരിക്കുന്നു. അതിനാൽ 6 എന്ന വാക്കാണ് ഇവിടെ അഡ്ജക്റ്റീവായിട്ട് വരുന്നത്. മറ്റൊരെണ്ണം, മുംബൈ ഈസ് എ ലാർജ് സിറ്റി. മുംബൈ ഒരു വലിയ നഗരമാകുന്നു. ലാർജ് സിറ്റി, ഇവിടെ സിറ്റി എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അഡ്ജക്റ്റീവാണ് ലാർജ്. മുംബൈ ഈസ് എ ലാർജ് സിറ്റി. മുംബൈ ഒരു വലിയ നഗരമാണ്. ഈ വലിയ നഗരം എന്ന വാക്കിൻ്റെ പ്രത്യേകതയാണ് വലുത് എന്നുള്ളത്. അതുപോലെ ലാർജ് സിറ്റി ഇവിടെ ഒരു പ്രത്യേകതയാണ്. ഈ സിറ്റിയുടെ, മുംബൈ എന്ന സിറ്റിയുടെ ഒരു പ്രത്യേകതയാണ് അത് വളരെ ലാർജ് ആണെന്നുള്ളത്. അതിനാൽ ലാർജ് എന്ന വാക്കാണ് ഇവിടെ അഡ്ജക്റ്റീവ്. ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദി ബോട്ടിൽ. ബോട്ടിലിൽ ഒട്ടും തന്നെ വെള്ളമില്ല, അഥവാ കുപ്പിയിൽ വെള്ളം ഒട്ടും തന്നെ ഇല്ല. ദർ ഈസ് ലിറ്റിൽ വാട്ടർ. വാട്ടർ എന്ന വാക്കിനെ വിശേഷിപ്പിക്കുവാൻ വേണ്ടി ലിറ്റിൽ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. ലിറ്റിൽ വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ വാട്ടർ എന്നതിനെ വിശേഷിപ്പിക്കുവാൻ ലിറ്റിൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ലിറ്റിൽ എന്നത് അഡ്ജക്റ്റീവ് ആകുന്നു. ജാനുവരി ഈസ് ദ ഫസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ. ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലെ മാസമാകുന്നു ജാനുവരി. ഇപ്പോൾ ജാനുവരി ഈസ് ദ ഫസ്റ്റ് മന്ത് എന്നതിനെ വിശേഷിപ്പിക്കുവാൻ ഫസ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഫസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ അഡ്ജക്റ്റീവ്. ജാനുവരി ഈസ് ദ ഫസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ. ഒരു വാക്കിനെ അഥവാ ഒരു നൗണിനെ വിശേഷിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണല്ലോ അഡ്ജക്റ്റീവ്. ഇവിടെ മന്ത് എന്ന വാക്കിനെ വിശേഷിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് ഫസ്റ്റ്. അവർ നേഷൻ എക്സ്പെക്ട്സ് എവറി മാൻ ടു ഡു ഹിസ് ഡ്യൂട്ടീസ്. അവർ നേഷൻ എക്സ്പെക്ട്സ് എവറി മാൻ ടു ഡു ഹിസ് ഡ്യൂട്ടീസ്. ഇവിടെ എവരി മാൻ എന്നതിലെ മാൻ എന്നതിനെ വിശേഷിപ്പിക്കുവാൻ വേണ്ടിയാണ് എവരി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രം ഓരോ വ്യക്തികളിലും അവരവരുടേതായ ഡ്യൂട്ടി നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാഷ്ട്രം ഓരോരുത്തരും അവരുടെ കർമ്മം ചെയ്യണം, അവരുടെ പ്രവൃത്തികൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. അവർ നേഷൻ എക്സ്പെക്ട്സ് എവരി മാൻ ടു ഡു ഹിസ് ഡ്യൂട്ടീസ്. ഓരോ വ്യക്തിയും അവരവരുടെ ഡ്യൂട്ടി നിർവഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. എവരി മാൻ, ഇവിടെ മാൻ എന്ന അതിനെ വിശേഷിപ്പിക്കുവാൻ എവരി ഓരോ വ്യക്തിയും എന്ന്
പറയാവുന്നതാണ്. അതിനാൽ എവരി എന്നതാണ് ഇവിടെ അഡ്ജക്റ്റീവ്. മാൻ എന്നതിനെയാണ് ഈ എവരി എന്ന വാക്ക് വിശേഷിപ്പിക്കുന്നത്. ഹി ഡ്രാങ്ക് സം കോഫി, അവൻ കോഫി കുടിച്ചു. ഹി ഡ്രാങ്ക് സം കോഫി, അവൻ അല്പം കോഫി കുടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കോഫി എന്ന വാക്കിനെ വിശേഷിപ്പിക്കുവാൻ സം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ അല്പം കോഫി കുടിച്ചു എന്ന് പറഞ്ഞാൽ കോഫി കുടിച്ചു എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. പിന്നെ പറയുന്നതിന് വേണ്ടി നമ്മൾ സം കോഫി എന്ന് പറഞ്ഞിരിക്കുന്നു, സം വാട്ടർ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. അതിൻ്റെ അങ്ങനെ നോക്കുമ്പോൾ സം എന്നതാണ് ഇവിടെ അഡ്ജക്റ്റീവായിട്ട് വരുന്നത്, സം കോഫി. ഐ ഹാവ് ഇനഫ് ഷുഗർ, ഒരാൾക്ക് ചായയോ കോഫിയോ മറ്റോ കുടിക്കാൻ കൊടുക്കുമ്പോൾ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന ഒരു മറുപടിയാണ് ഐ ഹാവ് ഇനഫ് ഷുഗർ. ആവശ്യത്തിനുള്ള മധുരം ഈ കാപ്പിക്ക് അഥവാ ചായക്ക് ഉണ്ട്. ഐ ഹാവ് ഇനഫ് ഷുഗർ, ഐ ഹാവ് ഇനഫ് ഷുഗർ. ഇവിടെ ഇനഫ് എന്ന വാക്കാണ് അഡ്ജക്റ്റീവായിട്ട് വരുന്നത്. ഷുഗർ എന്ന വാക്കിനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. ഐ ഹാവ് ഇനഫ് ഷുഗർ, ആവശ്യത്തിനുള്ള മധുരം ഉണ്ട് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഇനഫ് എന്നുള്ളതാണ് ഇവിടെ അഡ്ജക്റ്റീവ്, ഷുഗർ എന്നുള്ളതാണ് ആ വാക്ക്. മറ്റൊരെണ്ണമാണ് ഐ പ്രൈസ് സച്ച് മാനേഴ്സ്. സച്ച് മാനേഴ്സ്, മാനേഴ്സ് പെരുമാറ്റ രീതികൾ. സച്ച് മാനേഴ്സ്, അപ്രകാരമുള്ള പെരുമാറ്റ രീതികളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ എപ്പോഴും പുകഴ്ത്തുന്നു, ഞാൻ അംഗീകരിക്കുന്നു. ഐ പ്രൈസ് സച്ച് മാനേഴ്സ്. ഇവിടെ സച്ച് മാനേഴ്സ് എന്നതിലെ മാനേഴ്സ് എന്നതിനെ വിശേഷിപ്പിക്കുവാനാണ് സച്ച്, അപ്രകാരമുള്ള. എന്തെങ്കിലും ഒരു പ്രത്യേകത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അപ്രകാരമുള്ള പെരുമാറ്റ രീതികൾ, നല്ല പെരുമാറ്റ രീതികൾ എന്നായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്രകാരമുള്ള പെരുമാറ്റ രീതികളെ ഞാൻ എപ്പോഴും പുകഴ്ത്തുന്നു, അംഗീകരിക്കുന്നു. ഐ പ്രൈസ് സച്ച് മാനേഴ്സ്. സച്ച് മാനേഴ്സ് എന്നതിൽ മാനേഴ്സ് എന്ന വാക്കിനെ വിശേഷിപ്പിക്കുവാൻ സച്ച് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതിനാൽ സച്ച് എന്നത് ഇവിടെ ഒരു അഡ്ജക്റ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.